ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ചെറിയ സംഭവം. ലമ്മാ കാന ഖബല മൗതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതലാത്തി ലയാൽ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ രംഗം സുദീർഘമായി പറയുന്നുണ്ട്. അവിടെന്ന് പറയുന്നു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് അതാ ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വരുന്നു. ഫഖാല യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സലാം ചൊല്ലിയിട്ട് തങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നു, ഇന്നല്ലാഹ തആല അർസലനി ഇലൈക ലിഅസ്അലക അമ്മാ ഹുവ അഅലമു ബിഹി മിൻക. ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അർസലനി ഇലൈക, തങ്ങളിലേക്ക് എന്നെ പറഞ്ഞയച്ചത് ലിഅസ്അലക, തങ്ങളോട് ഞാൻ ചോദിക്കാൻ വേണ്ടിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അല്ലാഹു എന്നെ പറഞ്ഞയച്ചത് തങ്ങളോട് ചോദിക്കാനാണ്. അമ്മാ ഹുവ അഅലമു ബിഹി മിൻക, അല്ലാഹുവിന് തങ്ങളെക്കാൾ അക്കാര്യം അറിയാം, എന്നാലും തങ്ങളോട് ചോദിക്കാൻ വേണ്ടിയാണ്. അമ്മ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണ്. ഹുവ അഅലമു, അല്ലാഹു അറിയും, ബിഹി ആ കാര്യം കൊണ്ട് മിൻക തങ്ങളെക്കാൾ. അല്ലാഹുക്ക് ശരിക്ക് അറിയാം ആ കാര്യത്തിന്റെ നിജസ്ഥിതി, എന്നാലും തങ്ങളോട് എന്നോട് ചോദിക്കാൻ വേണ്ടി വിട്ടതാണ് നബിയേ. കൈഫ അസ്ബഹത, ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ തങ്ങളുടെ അവസ്ഥ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ഇന്ന് രാവിലെ തങ്ങൾ പ്രഭാതമായത്? വകൈഫ തജിദുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളുടെ അവസ്ഥ ഏത് നിലയ്ക്ക് എത്തിക്കുന്നു, ഇന്നെന്താണ് തങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, ഇന്നെന്താണ് തങ്ങളുടെ അവസ്ഥ എന്ന് അല്പ ദിവസം മുമ്പ് രോഗം പിടിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്സാരമായ ചില രോഗം, പനി പോലെയുള്ള നിസ്സാരപ്പെട്ട ചില രോഗത്തിൽ കിടക്കുന്ന നബി തങ്ങളുടെ അടുക്കൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അന്വേഷിക്കുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്ബഹതുൽ യൗമ വജിആ, ഇന്നെനിക്ക് അല്പം ക്ഷീണമുണ്ട്, അല്പം പ്രയാസമുണ്ട്, എന്തോ ചില വേദനകളും ബുദ്ധിമുട്ടുകളും എനിക്ക് തോന്നുന്നു. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഈ വിഷയങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ച് മുസ്തഫ നബി തങ്ങൾ ഹദ്റത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചുപോയി പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, എന്താണ് നബിയെ തങ്ങളുടെ അവസ്ഥയെന്ന്. നേരത്തെ ചോദിച്ച് തിരിച്ചുപോയി, അല്പം കഴിഞ്ഞ് വീണ്ടും വന്ന് ചോദിക്കുന്നു, തങ്ങളുടെ അവസ്ഥ ഇന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അജിദുനിൽ യൗമ വജിഅൻ മക്റൂബാ, ഇന്നെനിക്ക് കുറച്ച് വല്ലാത്ത പ്രയാസമുണ്ട്, കുറച്ച് കൂടുതൽ വേദന അനുഭവപ്പെടുന്നുണ്ട്, ഞാൻ വല്ലാത്ത വിഷമത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, മലക്കുൽ മൗതി ബിൽ ബാബി യസ്തഅ്ദിനു അലൈക യാ റസൂലല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, മുസ്തഫ നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, ഫഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, മലക്കുൽ മൗതി, അസ്രായീൽ അലൈഹിസ്സലാം എന്ന റൂഹിനെ പിടിക്കാൻ മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ബിൽ ബാബി, തങ്ങളുടെ വാതിൽക്കൽ മുട്ടുന്നു നബിയേ, തങ്ങളുടെ വാതിൽക്കൽ വന്നിട്ടുണ്ട് നബിയേ. യസ്തഇദിനു അലൈക യാ റസൂലല്ലാഹ്, തങ്ങളോട് സമ്മതം ചോദിക്കുന്നു നബിയേ, ഇങ്ങോട്ട് കടക്കാൻ സമ്മതം ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സമ്മതം കിട്ടിയതിനു ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നതിന് മുമ്പ്, ജിബ്രീൽ അലൈഹിസ്സലാം അസ്രായീൽ കടന്നു വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുന്നു, വലം യസ്തഅ്ദിൻ അലാ അഹദിൻ ഖബ്ലക വലാ യസ്തഅ്ദിനു അലാ അഹദിൻ ബഅദക യാ റസൂലല്ലാഹ്. വലം യസ്തഅ്ദിൻ, ഒരിക്കലും അസ്രായീൽ സമ്മതം ചോദിച്ചിട്ടില്ല, അലാ അഹദിൻ ഖബ്ലക, തങ്ങളെ മുമ്പ് മറ്റൊരാളോടും ജിബ്രീൽ അസ്രായീൽ സമ്മതം ചോദിച്ചിട്ടില്ല. വലാ യസ്തഅ്ദിനു, ഇനിയോട്ട് സമ്മതം ചോദിക്കുകയുമില്ല, അലാ അഹദിൻ ബഅദക, തങ്ങൾക്ക് ശേഷം ഒരാളോടും ജിബ്രീൽ അസ്രായീൽ സമ്മതം ചോദിക്കുകയുമില്ല. ഇവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് ഒരു സാധാരണ മനുഷ്യന്റെ മരണം പോലെയാണെങ്കിൽ
സാധാരണ മനുഷ്യന്റെ മരണം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അസ്രായിൽ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ റബ്ബിർജിഊൻ, ഒരല്പസമയം എന്നെ പിന്തിച്ചിട്ടുതാ എന്നാവശ്യപ്പെടും. ഒരു മാസം ചോദിക്കും, ഒരാഴ്ച ചോദിക്കും, ഒരു ദിവസം ചോദിക്കും, ഒരു മണിക്കൂർ ചോദിക്കും. ഒരല്പസമയം എന്നെ പിന്തിച്ചിട്ട് തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, നിശ്ചിത സമയമെത്തിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അല്ലാഹു തആല ബന്ധിക്കില്ല, ഒരു സെക്കൻഡ് അല്ലാഹു അനുവദിക്കില്ല. ആവശ്യപ്പെടും, കുറച്ചു കാലവും കൂടി, ഒരു മാസവും കൂടി, ഒരു വർഷം ചോദിക്കും, ഒരു വർഷവും കൂടി എനിക്ക് തരണം, ഒരാഴ്ചയും കൂടി എനിക്ക് തരണം, ഒരു ദിവസം തരണം എന്നൊക്കെ ചോദിച്ചു നോക്കും, കൊടുക്കില്ല. ഞങ്ങൾ വഴിപ്പെട്ട് നന്നാകുക, ഇബാദത്തൊക്കെ ചെയ്ത് കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഒന്ന് വീണ്ടെടുത്ത്, നിസ്കാരവും നോമ്പും ഒക്കെ വീണ്ടെടുത്ത്, ധർമ്മവും ഖുർആനും ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് ഒന്ന് നല്ല മനുഷ്യനാവാം. ഒരു കൊല്ലത്തെ ആയുസ് നീട്ടിത്തരണം, ഒരാഴ്ചത്തെ ആയുസ് നീട്ടിത്തരണം. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വെറുതെ പറയാണ്, കൊടുത്താലും അവര് നന്നാവൂല എന്നറിയുന്ന റബ്ബ് അസ്രായീൽ അലൈഹിസ്സലാമിനോട് അത് പരിഗണിക്കണ്ട, അതൊരു വെറും വർത്തമാനമാണെന്ന് പറഞ്ഞ് റൂഹിനെ പിടിക്കാൻ പറയുമ്പോൾ ദയാദാക്ഷിണ്യമില്ലാതെ റൂഹിനെ പിടിച്ചു പോകാൻ ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം മാത്രമാണ് മലക്കുകളുടെ കൂട്ടത്തിൽ തയ്യാറായ ഒരു മലക്ക്. അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഭൂമിയിൽ നിന്ന് മണ്ണ് വാരാൻ തീരുമാനിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മണ്ണ് വാരാൻ വന്നപ്പോ ഭൂമി പറഞ്ഞു, എന്തിനാ വന്നത്? മണ്ണെടുക്കാൻ. എന്തിനാ മണ്ണ്? മനുഷ്യവർഗത്തെ പടക്കാൻ. മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യരെ നരകത്തിൽ കൊണ്ടുപോയിട്ടുമെങ്കിൽ എന്റെ ഒരു ഭാഗം നരകത്തിട്ട് കത്തിക്കില്ലേ? പടച്ചോനെ വിചാരിച്ചിട്ട് എന്റെ മണ്ണെടുക്കരുത്. ഭൂമി പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചുപോയി. അള്ളാഹുവിനോട് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. എന്തേ മണ്ണെടുക്കാൻ കഴിഞ്ഞാൽ? നിന്നെ പിടിച്ച് സത്യം ചെയ്ത് ഭൂമി പറഞ്ഞപ്പോ എനിക്കതിന്റെ മുമ്പിൽ മണ്ണെടുക്കാൻ സാധിച്ചില്ല. ശരി, അല്ലാഹു തആല മീകായിലിനെ പറഞ്ഞയച്ചു. മീകായിൽ അലൈഹിസ്സലാം വന്ന് മണ്ണെടുക്കാൻ വന്നപ്പോ അപ്പോഴും ഭൂമി പറഞ്ഞു, ദയവ് ചെയ്ത് എന്റെ മണ്ണെടുക്കരുത്, എന്റെ മണ്ണ് നരകത്തിൽ കൊണ്ടുപോയി ഇടുന്നത് ഞാൻ ഭയപ്പെടുന്നു, അള്ളാഹു വിചാരിച്ചിട്ട് മണ്ണെടുക്കരുത്. ഇത് പറഞ്ഞപ്പോ മീകായിലും തിരിച്ചുപോയി. എവിടെ പോയി? മണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. എന്തേ മണ്ണെടുക്കാഞ്ഞത്? അത് ഭൂമി നിന്നെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞപ്പോ എനിക്ക് മണ്ണെടുക്കാൻ സാധിച്ചില്ല, എനിക്കതിന്റെ മുമ്പിൽ ഞാൻ അന്താളിച്ചു പോയി. നിന്നെ പിടിച്ച് സത്യം ചെയ്തപ്പോ എനിക്ക് മണ്ണെടുക്കാൻ സാധിച്ചില്ല. അസ്രായീൽ അലൈഹിസ്സലാമിനെ വിട്ടു. അസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ട് മണ്ണെടുക്കാൻ വേണ്ടി വന്നപ്പോഴും ഭൂമി ഇതേ രൂപത്തിൽ പറഞ്ഞു. അപ്പൊ അസ്രായീൽ പറഞ്ഞു, അതൊക്കെ അവിടെ വെച്ചേക്ക്, അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യും, ഞാൻ അള്ളാഹിന്റെ കൽപ്പനക്ക് വഴിപ്പെടുന്നതിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നതിൽ ഞാൻ പേടിക്കുന്നു. അള്ളാഹ് എന്നോട് പറഞ്ഞത് മണ്ണെടുക്കാനാ, അതുകൊണ്ട് അള്ളാഹിന്റെ കൽപ്പനക്ക് വഴിപ്പെടലാണ് എന്റെ കൽപ്പന, ഞാനതുകൊണ്ട് മണ്ണെടുത്തേ പോകൂ എന്ന് പറഞ്ഞ് ഭൂമി സത്യം ചെയ്ത് കരഞ്ഞു പറഞ്ഞിട്ടും പരിഗണിക്കാതെ മണ്ണെടുത്തു പോയത് കൊണ്ട് തന്നെ ആ റൂഹിനെ പിടിക്കുക എന്ന ദയാദാക്ഷിണ്യമില്ലാതെ ചിലപ്പോൾ റൂഹിനെ പിടിക്കേണ്ടി വരും. ചോര പൈതലായ കുഞ്ഞ് മുല കുടിക്കാൻ ആവശ്യമായ ഉമ്മയുടെ മുലപ്പാൽ ആവശ്യമുള്ള ഒരു കുട്ടിയെ ആ കുഞ്ഞിൽ നിന്ന് വേർപെടുത്തി, ഉമ്മയെ ആ കുഞ്ഞിൽ നിന്ന് വേർപെടുത്തി റൂഹിനെ പിടിച്ചു കൊണ്ടുപോകേണ്ടി വരും. അവിടെയൊന്നും ദയയില്ലാതെ റൂഹിനെ പിടിക്കുന്ന അസ്രായീൽ അലൈഹിസ്സലാം ഒരാളോടും ഇന്ന് വരെ സമ്മതം ചോദിച്ചിട്ടില്ല, സമ്മതം കാത്തു നിൽക്കില്ല, ആവശ്യപ്പെട്ടാലും കൊടുക്കില്ല, ഇനി മേലിൽ ഒരാളെ സമ്മതം ചോദിക്കുകയുമില്ലാത്ത അസ്രായീൽ അലൈഹിസ്സലാം വാതിൽക്കൽ നിന്നിട്ട് സമ്മതം ചോദിക്കുന്നു, കടന്നോട്ടെ. അല്ലാഹു റസൂൽ സമ്മതം ചോദിച്ചു, കൊടുത്തപ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നു. അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്ന് നബി തങ്ങളോട് സലാം പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു പോകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു പോയപ്പോൾ ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ അർസലനി ഇലൈക വഅമറനി ബിതാഅതിക. ഇന്നല്ലാഹ അർസലനി, അല്ലാഹു എന്നെ പറഞ്ഞയച്ചു തങ്ങളിലേക്ക്, വഅമറനി ബിതാഅതിക, തങ്ങൾ എന്ത് പറയുന്നോ അതുപോലെ ചെയ്യാൻ, തങ്ങൾക്ക് വഴിപ്പെടണം, തങ്ങൾ നിർദ്ദേശിക്കുന്നതും തങ്ങൾ കൽപ്പിക്കുന്നതും അനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ,
തങ്ങൾ റൂഹിനെ പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ പിടിക്കൂല, തങ്ങൾ സമ്മതം തന്നാൽ മാത്രമേ പിടിക്കൂ. അള്ളാന്റെ റസൂലിനോട് പോയി ചോദിച്ചിട്ട് എന്താണോ മുത്തുനബി പറയുന്നത് അതനുസരിച്ച് മാത്രമേ ചെയ്യാവൂ എന്ന കൽപ്പനയിൽ എന്നെ പറഞ്ഞേച്ചിരിക്കുകയാണ് നബിയേ. അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, നമ്മളോടാണ് ഇങ്ങനെ ഒരു വാക്ക് എങ്കിൽ 500 കൊല്ലം ജീവിച്ചിട്ട് അസ്രായീൽ വന്നാലും തിരിച്ചു പോവുകയല്ലാതെ റൂഹിനെ പിടിക്കാൻ സമ്മതം കൊടുക്കുമോ? നിങ്ങൾ ചിന്തിക്കണം. അസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നത്, അള്ളാഹ് പറയുന്നത് തങ്ങളെ സമ്മതപ്രകാരം ചെയ്യാനാണ്. എന്റെ ഹബീബ് എന്ത് പറയുന്നുവോ ആ പറയുന്നതിന് വഴിപ്പെട്ടു കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വഇൻ അമർതനീ അൻ അഖ്ബിള റൂഹകൽ കരീം, തങ്ങൾ സമ്മതം തരുന്നുവെങ്കിൽ തങ്ങളെ റൂഹിനെ പിടിക്കാൻ, ആ ശറഫാക്കപ്പെട്ട ബഹുമാനമാക്കപ്പെട്ട റൂഹ് പിടിക്കാൻ തങ്ങൾ എനിക്ക് സമ്മതം തന്ന് കൽപ്പിക്കുന്നുവെങ്കിൽ ഞാൻ റൂഹിനെ പിടിക്കും. ഖബൽതുഹാ, അത് ഞാൻ പിടിച്ചു തിരിച്ചു പോകും. വഇൻ അമർതനീ, തങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് അൻസരിഫ, ഞാൻ തിരിഞ്ഞു പോകാനാണെങ്കിൽ, റൂഹിനെ പിടിക്കാതെ പോകാനാണെങ്കിൽ ഇൻസറഫ്തു, ഞാൻ തിരിഞ്ഞു പോകും, ഞാൻ റൂഹ് പിടിക്കില്ല. അല്ലാഹ് പറയുന്നത് തങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാനാണ്, തങ്ങളെ കൽപ്പനയ്ക്ക് വഴിപ്പെടാനാണ്. തങ്ങൾ റൂഹിനെ പിടിക്കാൻ സമ്മതം തന്നാ പിടിക്കും. തങ്ങൾ പറയാണ് പൊയ്ക്കോ, ഇപ്പൊ പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. എന്താണ് നബിയെ അവിടെന്ന് പറയാനുള്ളതെന്ന് ആവശ്യപ്പെടുമ്പോ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഫഅൻളിർനീ ഖലീലാ ഹത്താ യഅതിയ ജിബ്രീൽ അലൈഹിസ്സലാം, കുറച്ച് സമയം എനിക്കൊന്ന് ബന്ധിച്ചു തരണം, കുറച്ച് സമയം എനിക്കൊന്ന് ബന്ധിച്ചു തരണം. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ ബന്ധിച്ചു തരാൻ ആവശ്യപ്പെടുന്നത്? റബ്ബിർജിഊ ലഅല്ലി അഅമലു സാലിഹാ, അതിനു വേണ്ടിയല്ല. എനിക്ക് ഒരുപാട് നിസ്കാരം പോയിട്ടുണ്ട്, അതൊന്ന് ഖളാ വിട്ടട്ടെ. നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനല്ല, അത് വിട്ടാനല്ല, അതിനല്ല ഈ ബന്ധിക്കാൻ ആവശ്യപ്പെടുന്നത്. മുത്തുനബി ബന്ധിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തൊരു സുപ്രധാനമായ കാര്യവും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ വരുമ്പോ, അള്ളാഹുവിന്റെ റസൂൽ ചെയ്യുമ്പോ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനായി എന്റെ അഹ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊരു മുശാവറത്ത് നടത്താൻ വേണ്ടിയാണ്. ആ മുശാവറത്തിന് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നങ്ങ് വന്നോട്ടെ, ജിബ്രീലുമായി ഞാനൊന്ന് മുശാവറത്ത് ചെയ്തോട്ടെ, അതിനുവേണ്ടി അല്പസമയം എനിക്ക് ബന്ധിച്ചിട്ട് തരണമെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടുന്നു. മരണത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മരണത്തോടുള്ള പേടി കൊണ്ടല്ല. ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് സന്തോഷിച്ചു വഫാത്തായവരാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ സന്തോഷിച്ച് ചിരിച്ച് വഫാത്തായവരാണ്. അവരുടെ നേതാവായ മുസ്തഫ നബി തങ്ങൾ ഒരിക്കലും മരണത്തെ വിഷമത്തിൽ കാണുന്നില്ല, മരണത്തെ പേടിയോടുകൂടി കാണുന്നില്ല. പിന്നെ അള്ളാന്റെ റസൂല് ജിബ്രീൽ വരട്ടെ, ജിബ്രീലുമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, അതിനൊരല്പസമയം എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ മുഖറബായ മലക്ക് ജിബ്രീലിനെ തേടിക്കൊണ്ട് അസ്രായീൽ തിരിച്ചു പോകുന്നു. അസ്രായീൽ അലൈഹിസ്സലാം തിരിച്ചുപോയി. ബഹുമാനപ്പെട്ട അസ്രായീൽ ഫദഹബ ഫലഖിയ ജിബ്രീൽ അലൈഹിസ്സലാം ഫിൽ ഹവാ, അന്തരീക്ഷത്തിൽ വെച്ച് അസ്രായീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. അന്തരീക്ഷത്തിൽ വെച്ച് കണ്ടുമുട്ടിയ രംഗം എങ്ങനെയാണ്? ഫീ 70,000 മിനൽ മലായിക, 70,000 മലക്കുകൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട്, അവരുടെ കൂട്ടത്തിലായി അവർക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലുണ്ട്. ബഹുമാനപ്പെട്ട മീകായിൽ വമീകായിൽ 70,000 മിനൽ മലായിക, മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്കിലെ 70,000 മലക്കുകളെ കൂട്ടത്തിൽ അതിനപ്പുറത്ത് കാണുന്നു. അതിനപ്പുറത്ത് ഇസ്രാഫീൽ ഫീ 70,000 മിനൽ മലായിക, ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ 70,000 മലക്കുകളെ കൂട്ടത്തിൽ കാണുന്നു. വമാലികൻ ഖാസിറൻ നാർ, നരകത്തിന്റെ പാറാവുകാരനായ മാലിക് അലൈഹിസ്സലാമിനെ 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ അതിനപ്പുറത്ത് കാണുന്നു. വറിദ്വാന ഖാസിനൽ ജിനാൻ ഫീ 70,000 മിനൽ മലായിക, സ്വർഗം കാക്കുന്ന മലക്കായ ബഹുമാനപ്പെട്ട റിദ്വാൻ അലൈഹിസ്സലാമിനെ 70,000 മലക്കുകളെ കൂട്ടത്തിൽ അതിനപ്പുറത്ത് കാണുന്നു.
അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്ര 70,000 ആ 70,000 ആകുന്ന ലാ യഅലമു അദദഹും ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രമല്ലാതെ എണ്ണവും ക്ലിപ്തവും ഇല്ലാത്ത കോടാനുകോടി മലായിക്കളുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, യാ ഇസ്രായീൽ യാ മലക്കൽ മൗത്ത് മാ ഫഅൽത ബിറൂഹി ഹബീബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇസ്രായേലേ, എന്താണ് മലക്കുൽ മൗത്ത് എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് കൊണ്ട് നിങ്ങൾ ചെയ്തത്? റൂഹ് പിടിച്ചോ? എവിടെ? അതെങ്ങനെയെന്ന് ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇസ്രായേൽ പറയുന്നത്, കല്ലമനീലി അൻതുറ മജീഅക, നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അൻളിർനീ, എനിക്കൊരല്പസമയം തരണം, ഹത്താ എന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് കേട്ടപാട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും ഇസ്രായീൽ അലൈഹിസ്സലാമും രണ്ടുപേരും കൂടി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് തിരിക്കുകയാണ്. അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമും ഇസ്രായീലും തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അടുത്ത് വന്നു സലാം ചൊല്ലി വീട്ടിനകത്ത് കടന്നു. മുസ്തഫ നബി തങ്ങൾ കിടക്കുന്ന ബെഡിന്റെ സമീപത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, യാ അഖീ യാ ജിബ്രീൽ, എന്റെ കൂട്ടുകാരനായ ജിബ്രീൽ, എന്റെ സ്നേഹിതനായ ജിബ്രീൽ, എനിക്കൊരു വലിയ വിപൽഘട്ടം വന്നപ്പോൾ, ഒരു വിഷമഘട്ടം വന്നപ്പോൾ താങ്കൾ എന്നെ ഉപേക്ഷിച്ചു പോയോ ജിബ്രീലേ? ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുന്നു, ലാ യാ ഹബീബി, ലാ യാ ഹബീബി, ഒരിക്കലും അങ്ങേ ഉപേക്ഷിച്ചു പോയതല്ല. തങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് കഴിയില്ല നബിയേ. പക്ഷേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് തങ്ങളുടെ മുഖം കാണാനും തങ്ങൾ അനുഭവിക്കുന്ന രംഗം കാണാൻ കഴിയാത്തതുകൊണ്ട്, അതിനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് മാറി നിന്നതാണ് നബിയേ. അല്ലാതെ ഒരിക്കലും തങ്ങൾക്കുള്ള പ്രയാസത്തിന്റെ ഘട്ടത്തിൽ കൈയൊഴിച്ചു പോയതല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അല്ലയോ ജിബ്രീൽ, നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഫബശ്ശിറുനീ ഖബ്ല ഖുറൂജി റൂഹി മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് എന്റെ റൂഹ് പിരിയുന്നതിന് മുമ്പ് ചില സന്തോഷ വാർത്തകൾ എനിക്ക് കിട്ടേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ വാർത്ത എനിക്ക് പറഞ്ഞു തരണം, എന്നെ സന്തോഷം അറിയിക്കണം. എന്തായിരിക്കും തങ്ങളുടെ സന്തോഷം കിട്ടേണ്ടത്? മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞകാല സാലിഹീങ്ങളും കഴിഞ്ഞകാല ഔലിയാക്കന്മാരും മരണത്തിന്റെ സമയത്ത് ഈമാൻ കിട്ടി മരിക്കുമോ, ഇബ്ലീസ് വന്ന് ഈമാൻ പറ്റിച്ചു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് കരഞ്ഞു. സ്വർഗം കണ്ടാണോ മരിക്കുക എന്ന കാര്യത്തിൽ വേജാറിലായി കരഞ്ഞവരുണ്ട്. അന്തളിറു ഇഹ്ദൽ ബുശ്റയൈൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്ത് പറഞ്ഞ വാക്കാണ്, രണ്ടാമൊരു സന്തോഷ വാർത്ത ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇമ്മാ ബിശാറത്തും ബിൽ ജന്നത്തി വ ഇമ്മാ ബിശാറത്തും ബിന്നാർ, നരകമാണോ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത്, അതല്ല സ്വർഗമാണോ? ഇതാണോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ, എനിക്കൊരു സന്തോഷ വാർത്ത കിട്ടേണ്ടതുണ്ട്, അതെനിക്ക് പറഞ്ഞു തരൂ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഖദ് ഫുതിഹത് ലക അബ്വാബുസ് സമാ വസ്തഫത് അഹ്ലു കുല്ലി സമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഏറ്റെടുത്ത് ഇസ്രായീലും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി ആകാശലോകത്തേക്ക് എത്തുമ്പോൾ വാനലോകം മുഴുവനും തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആ വാനലോകത്തുള്ള മലായികത്ത് മുഴുവനും സൊഫായിട്ട് വസ്തഫത് കുല്ലു അഹ്ലി സമാ, ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളും സൊഫായി നിൽക്കുകയാണ്.
അവരൊക്കെ കാത്തിരിക്കുകയാണ് തങ്ങളുടെ റൂഹ് വരുന്നത് സ്വീകരിക്കാൻ വേണ്ടി. തങ്ങളുടെ റൂഹം പ്രതീക്ഷിച്ചുകൊണ്ട് കോടിക്കണക്കായ മലക്കുകൾ, കോടാനക്കോടി മലക്കുകൾ കാത്തിരിക്കുകയാണ്. ഇദാ മർറത്ത് അലൈഹിം സല്ലൗ അലൈക, ഇദാ മർറത്ത് അലൈഹിം, തങ്ങളുടെ റൂഹ് അവരെ സമീപത്തു കൂടി നടന്നു പോകുമ്പോൾ, സല്ലൗ അലൈക, അവർ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലും, തങ്ങൾക്ക് കാരുണ്യ പ്രാർത്ഥന നടത്തും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നബിയേ. തങ്ങൾ വിഷമിക്കണ്ട എന്നർത്ഥത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ലൈസ അൻ ഹാദാ യാ ജിബ്രീൽ, അതല്ല ഞാൻ ചോദിച്ചത്. വാനലോകത്തെ മലക്കുകൾ കാത്തിരിക്കുന്നുണ്ടോ, അവരെനിക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ, അവരണിനിരന്നിട്ടുണ്ടോ, എല്ലാം എനിക്കറിയേണ്ടത്. ഫബശ്ശിർനീ, എനിക്ക് വേറെ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സുപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നബി തങ്ങൾ അന്വേഷിക്കുന്നത്. അതെന്താണ് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമത് പറയുന്നു. അൻത അവ്വലു മൻ തൻശഖു അൻഹുൽ അർളു യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, തങ്ങളല്ലേ ഈ ലോകം മുഴുവനും നശിപ്പിച്ച് ഈ ലോകത്തെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിലൂതിയിട്ട് ലോകം മുഴുവനും തകർന്ന് തരിപ്പണമായി മാറി കുറെ കാലം അങ്ങനെ കിടന്ന് فإذا نفخ في الصور نفخة أخرى فإذا هم قيام ينظرون. രണ്ടാമത് ഇസ്രാഫീൽ അലൈഹിസ്സലാം പിന്നീട് ഒരു സന്ദർഭത്തിലെ ഊത്ത് നടത്തുമ്പോൾ, മൂന്നാമത്തെ ഊത്ത് നടത്തുമ്പോൾ ഈ ലോകം മുഴുവനും ഹയാത്തായി മഹ്ശറിലേക്ക് യാത്രയാക്കപ്പെടുന്ന പുനർജന്മത്തിന്റെ സന്ദർഭത്തിൽ ആദ്യമായി ഭൂമി പൊട്ടിപ്പിളർന്ന് ഈ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത്, മഹ്ശറിലേക്ക് ആദ്യമായി യാത്രയാക്കപ്പെടുന്നത്, ആദരിച്ചാനയിച്ചു കൊണ്ടുപോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നബിയേ, അങ്ങയെയല്ലേ അൻത അവ്വലു മൻ തൻശഖു അൻഹുൽ അർളു, ഭൂമി പിളർന്ന് ആദ്യമായി പോകുന്നത് തങ്ങളല്ലേ നബിയേ. ഇത് പറഞ്ഞപ്പോഴും മുസ്തഫാ നബി തങ്ങൾ പറയുന്നു, ലൈസ അൻ ഹാദാ യാ ജിബ്രീൽ, ഞാനതല്ല ചോദിക്കുന്നത്, അതല്ല എനിക്ക് കിട്ടേണ്ട സന്തോഷം. ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പറയുന്നു, അൻത അവ്വലു ശാഫിഇൻ യാ റസൂലല്ലാഹ്, പരലോകത്തെ 50,000 കൊല്ലത്തിന്റെ ഖദർ വരുന്ന നൃത്തം ജനങ്ങൾ മുഴുവനും വിഷമിച്ച് നരകത്തിലേക്ക് പോയാലും വേണ്ടില്ല, സ്വർഗത്തിലേക്കായാലും വേണ്ടില്ല, ഇവിടെ നിന്നൊരു തീരുമാനമുണ്ടാക്കി പോയി കിട്ടിയാൽ മതി എന്ന നിലക്ക് നിന്ന് മുഷിഞ്ഞ് എല്ലാ ജനങ്ങളും വിഷമിക്കുമ്പോൾ, അതാ സർവ്വ അമ്പിയാക്കന്മാരും കൈമലർത്തി അവരൊക്കെ നിരാശപ്പെടുമ്പോൾ, മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർശിന്റെ താഴെ ചെന്ന് സുജൂദിൽ വീഴുമ്പോ എന്ന് പറഞ്ഞ് ശഫാഅത്ത് ചെയ്ത് ഈ ജനങ്ങളെ വിചാരണക്കെടുക്കാനുള്ള അധികാരം മഹ്ശറയിൽ പറയാൻ, ആദ്യമായി റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ, അള്ളാന്റെ മുമ്പിൽ പോയിട്ട് ഒരു കാര്യം പറഞ്ഞ് അത് നേടിയെടുത്ത് ഈ ജനങ്ങൾക്ക് മുഴുവനും രക്ഷയേകുന്ന ആൾ അള്ളാഹുവിന്റെ റസൂലല്ലേ നബിയേ. തങ്ങളല്ലേ പരലോകത്ത് അള്ളാഹിനോട് സംവദിക്കാൻ ധൈര്യമുള്ളത്, ആദ്യമായി അള്ളാഹുവോട് സംവദിക്കാൻ പോകുന്നത് നബിയേ തങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എനിക്ക് കിട്ടേണ്ടത് അതല്ല. ഖാല ലൈസ അൻ ഹാദാ അസ്അലുക യാ ജിബ്രീൽ ഫബശ്ശിർനി, എനിക്ക് കിട്ടേണ്ടത് അതല്ല, ഞാൻ ചോദിച്ചത് അതല്ല, എനിക്ക് കിട്ടേണ്ട സന്തോഷ വാർത്ത ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്താണ് കിട്ടേണ്ടത്? മിഫ്താഹുൽ ജന്നത്തി ബിയദിക യാ റസൂലല്ലാഹ്, സ്വർഗത്തിന്റെ വാതിൽ, അതിന്റെ ചാവി തങ്ങളെ കയ്യിലാണ്. സ്വർഗമാദ്യമായി തുറക്കുന്നത് നബി തങ്ങളാണ്. അതുകൊണ്ട് മുസ്തഫ നബി സന്തോഷിക്കൂ, സ്വർഗത്തിന്റെ കവാടം തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തൊക്കെ ഓഫറുകളാണ്, എന്തെല്ലാം സന്തോഷങ്ങളാണ് ഈ കൊടുക്കുന്നത്. ഇവിടെയൊന്നും നബി സന്തോഷിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതല്ല ഞാൻ ചോദിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അൽ ജന്നത്തു മുഹറമത്തുൻ അലാ ജമീഇൽ ഉമമി ഹത്താ തദ്ഖുലഹാ ഉമ്മത്തുക യാ റസൂലല്ലാഹ്. അൽ ജന്നത്തു മുഹറമത്തുൻ അലാ ജമീഇൽ ഉമമി, സ്വർഗം
കഴിഞ്ഞകാല അംബിയാ, ആദം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി, യാക്കൂബ് നബി, ഈസാ നബി, സക്കരിയ നബി തുടങ്ങി അനേകായിരം അമ്പിയാക്കന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്. ആ അമ്പിയാഇന്റെ ഉമ്മത്തുകളുണ്ട്. എല്ലാ അമ്പിയാഇനും ഉമ്മത്തുകളുണ്ട്. 4 ഉമ്മത്തിയെ മാത്രം കിട്ടിയ നബിയുണ്ട്, ഒരൊറ്റ ഉമ്മത്തിയെ കിട്ടിയ നബിയുണ്ട്. എന്നാൽ എല്ലാ ഉമ്മത്തിനും സ്വർഗം ഹറാമാണ്. ഒരൊറ്റ ഉമ്മമും സ്വർഗത്തിൽ കടക്കുകയില്ല നബിയെ. ഹത്താ തദ്ഖുലഹാ, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഉമ്മത്തുക, തങ്ങളുടെ ഉമ്മത്ത് സ്വർഗത്തിൽ കടന്നിട്ട് ലോകത്തുള്ള മറ്റു അമ്പിയാഇന്റെ ഉമ്മത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അതുവരെ കഴിഞ്ഞകാല ഒരൊറ്റ നബിയുടെ ഉമ്മത്തും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുസ്തഫ നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ അഖീ യാ ജിബ്രീൽ, അൽആന ഖറത് ഐനി, അൽആന ഖറത് ഐനി, ഇപ്പോഴാണ് എനിക്ക് കിട്ടേണ്ട സന്തോഷം കിട്ടിയത്. ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇപ്പോഴാണ് എന്റെ കൺകുളിർമയായത്. എന്റെ ഉമ്മത്തിന്റെ അംഗീകാരം, എന്റെ ഉമ്മത്തിന്റെ രക്ഷയെന്ന് വഫാത്തിന്റെ സന്ദർഭത്തിൽ പലതും ഓഫറുകൾ കൊടുത്തപ്പോൾ ആ ഓഫറുകളെ കൊണ്ടൊന്നും സന്തോഷിക്കാത്ത നബിതങ്ങൾ അവിടുത്തെ ഉമ്മത്ത് സ്വർഗത്തിൽ കടന്നിട്ട് മറ്റു ഉമ്മത്തികൾ സ്വർഗത്തിൽ കടക്കൂ എന്ന് മുസ്തഫ നബിതങ്ങളെ മുമ്പിൽ പറഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടേണ്ടത് കിട്ടി. അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴാണ് എന്റെ മനസ്സിന് സമാധാനം, ഇപ്പോഴാണ് എന്റെ കണ്ണുകുളർമയായത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ ഒരു നേതാവ് ലോകത്തുണ്ടോ? മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും ഈ ഉമ്മത്തിന്റെ കാര്യം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ ഉമ്മത്ത് തങ്ങളെ കൂടെ സ്വർഗത്തിൽ കടക്കുമെന്നും ആ ഉമ്മത്ത് സ്വർഗത്തിൽ കടന്നിട്ട് മറ്റു ഉമ്മത്തികൾ കടക്കൂ. ഈ ഉമ്മത്തിന്റെ അംഗീകാരമാണ്, എന്റെ ഉമ്മത്തിന്റെ അംഗീകാരം. അത് കിട്ടി സന്തോഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കുകയാണ്. ഇപ്പോ തങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി. തങ്ങൾ ആവശ്യപ്പെടുന്നതും അത് തന്നെ. എന്താണ് തങ്ങൾക്ക് ആവശ്യം? അതാണ് ഇപ്പോൾ വിവരിക്കപ്പെട്ടത്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതോടുകൂടി ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാമിന് സമ്മതം കൊടുക്കുന്നു. അസ്രായീലിനോട് പറയുന്നു, യാ അസ്രായീൽ ഉദ്നു മിന്നി യാ മലക്കൽ മൗത്ത്. അടുത്തു വാ. അസ്രായീൽ ദൂരത്ത് നിൽക്കുകയാണ്. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീലും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ കേട്ട് അസ്രായീൽ അപ്പുറത്തവിടെ മാറി നിൽക്കുകയാണ്. സംഭാഷണത്തിന്റെ അവസാന പാരമ്പര്യത്തിലെത്തിയപ്പോൾ, ലഭിക്കേണ്ടത് ലഭിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉദ്നു മിന്നി യാ അസ്രായീൽ, അടുത്തു വാ, അടുത്തേക്ക് വന്നോളൂ. എന്നിട്ട് ഫഖ്ബിൽ മിന്നി മാ ഉമിർത ബിഹി, താങ്കളോട് കൽപ്പിക്കപ്പെട്ട കാര്യം എന്നിൽ നിന്ന് പിടിച്ചു പോയിക്കോ, റൂഹനെ പിടിച്ചു പോയിക്കോ. അതിനല്ലേ അല്ലാഹു കൽപ്പിച്ചത്, അതില്ലേ എന്നിൽ നിന്ന് കിട്ടേണ്ട സമ്മതം. ഞാനിതാ സമ്മതം തന്നിരിക്കുന്നു. സമ്മതം കൊടുത്തു, സമ്മതം കിട്ടി. അസ്രായീൽ അലൈഹിസ്സലാമിനെ റൂഹനെ പിടിക്കാൻ ഒരുങ്ങുന്നു. ബഹുമാനപ്പെട്ട അസ്രായീൽ റൂഹനെ പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ അതാ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിലേക്ക് നീങ്ങുകയാണ്, തങ്ങൾ വഫാത്താവുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമകൾ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു വരികയാണ്, വാ കർബാ യാ അബതാ, എന്റെ വാപ്പായുടെ വിഷമം എന്താണ്, എന്റെ വാപ്പയുടെ വേദനയും വിഷമങ്ങളും, ഇന്നെന്റെ വാപ്പ അനുഭവിക്കുന്ന വേദനയും വിഷമവും എന്താണെന്ന നിലക്ക് ആ പുന്നാരപ്പൂവായ മകൾ, അവിടുത്തെ പുന്നാര ഉപ്പയായ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് മനസ്സിലാക്കിയ അതിന്റെ ലക്ഷണങ്ങൾ കാണപ്പെട്ടപ്പോൾ മുസ്തഫ നബി തങ്ങളുടെ മകൾ സ്വാഭാവികമായി മനുഷ്യ സഹജമല്ലേ, മുമ്പിൽ കിടന്ന് വാപ്പ ഭരിക്കുമ്പോ സ്നേഹമുള്ള ഒരു മകൾക്ക് എന്തായാലും ആ വാപ്പയുടെ വേർപാടിൽ മനുഷ്യ സഹജമായ പ്രയാസമുണ്ടാകില്ലേ? അത് സ്വാഭാവികമാണ്. ആ പ്രയാസം പ്രകടിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അപ്പുറത്തുണ്ട്. കുട്ടികളാണ്. ഹസൻ മൂത്ത കുട്ടിയാണ്, ഹുസൈൻ ഇളയ കുട്ടിയാണ്. രണ്ട് കുട്ടികളെയും പിടിച്ച് അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഉദ്നുവാ മിൻ ജദ്ദികുമാ, രണ്ടുപേരും അടുത്തു വരൂ മക്കളെ, ഉപ്പാപ്പന്റെ അടുത്തേക്ക് രണ്ടുപേരും കടന്നു വരൂ, ഉപ്പാപ്പന്റെ അടുത്തേക്ക് അടുത്തേക്കൂ.
വകല്ലമാ അവര് രണ്ടുപേരും സംസാരിക്കുന്നു, അവര് രണ്ടുപേരും വിളിച്ചു പറയുന്നു വാകർബാഹു യാ ജദ്ദാ വാകർബാഹ് യാ ജദ്ദാ. ഞങ്ങളെ ഉപ്പാപ്പക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങളെ ഉപ്പാപ്പ അനുഭവിക്കുന്ന വിഷമവും വേദനയും എന്താണ് ഞങ്ങളെ ഉപ്പാപ്പക്കുള്ളത്? ഞങ്ങളെ വല്ലിപ്പാക്ക് എന്ത് സംഭവിക്കുന്നു? അവര് വിളിച്ചു പറയുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുന്നു. വലം യറുദ്ദ അലൈഹിമാ, രണ്ടുപേർക്കും ഒരു മറുപടിയും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നില്ല. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൽതുഫു ബിഹിമാ വയുഖബ്ബിറുഹുമാ. അല്ലാഹുവിന്റെ റസൂൽ അവരോട് വലിയ കൃപ കാണിച്ചിരുന്നല്ലോ, മടിയിൽ വെച്ച് കളിപ്പിച്ചിരുന്നല്ലോ, അവരെ തലോടിയിരുന്നല്ലോ, അവരെ പിടിച്ച് ചുംബിക്കുമായിരുന്നല്ലോ, രണ്ടുപേരെയും മാറി മാറി മുത്തം വെക്കുമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇവർ അടുത്തു നിന്ന് കരയുക തന്നെയാണ്. വീണ്ടും വീണ്ടും അവരുടെ വാക്കുകൾ ആവർത്തിക്കുകയാണ്. അവര് രണ്ടുപേരും ആവർത്തിച്ച് പറയുകയാണ് ഞങ്ങളുടെ ഉപ്പാപ്പ, ഞങ്ങളുടെ വല്യുപ്പ. എന്താണ് ഉപ്പാന്റെ വിഷമങ്ങൾ? എന്താണ് ഇന്ന് വാപ്പ അനുഭവിക്കുന്ന വേദന എന്ന രൂപത്തിൽ അവർ രണ്ടുപേരും വിളിച്ചു പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അപ്പുറത്ത് കരയുന്നു. എന്ന് പറയുന്നു കരയുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന് പറഞ്ഞ് ഇപ്പുറത്തും കരയുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒരു മറുപടിയും പറയുന്നില്ല, അങ്ങനെ കിടക്കുക തന്നെയാണ്. ഇതെല്ലാം കണ്ട് അലി റളിയല്ലാഹു അൻഹുവും ഉസാമത്ത് റളിയല്ലാഹു അൻഹുവും കരയാൻ തുടങ്ങി. ഹസൻ റളിയല്ലാഹു അൻഹുവാണ് മൂത്ത കുട്ടി. മൂത്ത കുട്ടിക്കാണല്ലോ കൂടുതൽ പിടിപാടുണ്ടാകുക. ഹസൻ ഹുസൈൻ രണ്ട് കുട്ടികളിൽ മൂത്ത കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതൽ കാര്യം മനസ്സിലായത്. ഹസൻ റളിയല്ലാഹു അൻഹുവാണ് കൂടുതൽ ആ രണ്ട് കുട്ടികളെ കൂട്ടത്തിൽ ശക്തിയായി കരഞ്ഞ കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോൾ അവിടുന്ന് വീണ്ടും പറയുന്നു, യാ ജദ്ദാ ഉൻളുർ ഇലയ്യ നളറതൻ നഖീറാ. അവസാനമായി ഒരു നോക്കണേ വാപ്പാ. ഈ പുന്നാര പൂമോനെ അവിടുന്ന് ഒരുപാട് ലാളിച്ച് മടിയിൽ വെച്ച് താലോലിച്ച് കളിപ്പിച്ച് ചിരിപ്പിച്ച് ചുംബിച്ച് നടന്നതാണ്, മുടി ചീകിത്തന്നതാണ്, എല്ലാം ചെയ്തു തന്ന ഈ പുന്നാര പൂമോനെ അവിടെ നിന്നൊന്ന് നോക്കണേ. അവസാനത്തെ തിരുനോട്ടം ഞങ്ങളിലേക്കൊന്ന് നോക്കണേ. വകല്ലിംനീ കലിമതൻ, എന്തെങ്കിലും ഒന്ന് പറയൂപ്പാ. ലൗ അലിംതു തസവ്വത്തു മിൻ ലദീദി കലാമിക, തങ്ങൾ പറയുന്നത് വാപ്പ പറയുന്നത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ ആ പുന്നാര നബിയുടെ മാധുര്യമേർന്ന സംസാരത്തിന്റെ സൗന്ദര്യം കൊണ്ട് ഞാൻ സമൃദ്ധമായി പോകും നബിയെ. ലൗ അലിംതു തസവ്വത്തു മിൻ ലദീദി കലാമിക, എനിക്ക് തങ്ങൾ പറഞ്ഞത് മനസ്സിലായെങ്കിൽ തങ്ങൾ ആ പറഞ്ഞ വാക്കുകൊണ്ട്, മാധുര്യമായ വാക്കുകൊണ്ട് ഞാൻ സമൃദ്ധമായി പോകും. അതുകൊണ്ട് അവസാനത്തെ ഒരു വാക്ക് പറയാനും അവസാനത്തെ ഒരു നോക്ക് കാണാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഉപ്പാ എന്നിലേക്കൊന്ന് നോക്കൂ, എന്നിലോടൊന്ന് സംസാരിക്കൂ, എന്തെങ്കിലും ഒന്ന് പറയൂ ഉപ്പാ എന്ന് പറഞ്ഞപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് മാ ഹാദ സൗതു, എന്താണ് ഈ കേട്ട ശബ്ദം? കാലത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, യാ ബതാ ഹാദാ ഇബ്നാക, അല്ലയോ ഉപ്പാ ഇത് അവിടുത്തെ പുന്നാര മക്കളല്ലേ, പേരക്കുട്ടികളല്ലേ, അവിടുന്ന് വാത്സല്യത്തോടെ പോറ്റി വളർത്തിയ മക്കളല്ലേ. ആ മക്കൾക്കല്ലമാക്ക തങ്ങളോട് സംസാരിച്ചു, ഉപ്പാനോട് സംസാരിച്ചപ്പോൾ ഫലം തുജിബുഹുമാ, അവരോട് തങ്ങൾ ഒരു മറുപടിയും പറഞ്ഞില്ല. ഉപ്പ അവരോട് ഒരു മറുപടിയും പറഞ്ഞില്ല. ഖബ്ബലഹുമ, അല്ലാഹുവിന്റെ റസൂൽ ആ രണ്ട് കുട്ടികളെയും ഖബ്ബലഹുമാ, അടുത്തേക്ക് പിടിച്ചടുത്ത് നിർത്തിയിട്ട് രണ്ടുപേരെയും മാറി മാറി ചുംബിച്ചു. വജഅല യദൈഹി അലാ റഅസിഹിമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ അവരുടെ തലയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തലോടി. വഹുമാ യബ്കിയാൻ, ആ രണ്ട് കുട്ടികളും കരയുന്നു. ഹത്താ ഉമിയ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ബോധം മറ്റേ അവസ്ഥയിലേക്ക് നീങ്ങി.
ആ സന്ദർഭത്തിൽ ആ കുഞ്ഞുങ്ങൾ വീണ്ടും കരയുകയാണ്. മുസ്തഫ നബിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുന്നു. ഈ സന്ദർഭത്തിൽ മുസ്തഫ നബി പറയുന്നു, ലാ കർബല ബീകി ബഅദൽ യൗം, ഈ ദിവസം അങ്ങ് കഴിഞ്ഞു പോയാൽ ഉപ്പാക്കൊരു വിഷമവുമില്ല മകളെ. ദുന്യാവിനോട് വിട്ടുപിരിയുന്നതിൽ പ്രയാസമില്ല. ദുന്യാവിന്റെ ഈ പ്രയാസത്തിൽ നിന്ന് ഇന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞാൽ, എന്റെ മരണം സംഭവിച്ചാൽ ഇന്നത്തോടുകൂടി ഈ ദുന്യാവിന്റെ ജീവിതം എന്നെ അവസാനിക്കുകയാണ്. മറ്റൊരു ലോകത്തേക്ക് നീങ്ങാൻ പോവുകയാണ്. അതോടുകൂടി പിന്നെ ഒരു പ്രയാസവുമില്ല. ദുനിയാവാണ് സർവ്വ പ്രയാസങ്ങളും. ഇവിടെ നിന്ന് അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ ഇനി ഉപ്പാക്കൊരു വിഷമവുമില്ല മോളെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പറഞ്ഞു. ഇങ്ങനെ ആ പറച്ചിലിനിടയിൽ മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹാദത്ത് കലിമയുടെ പൂർണ്ണ രൂപം ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ ഫഹവ്വല ജിബ്രീൽ വജ്ഹഹു, ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ മുഖം തിരിച്ചു. ഫഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ലിമ ഹവ്വൽത വജ്ഹക അന്നി യാ ജിബ്രീൽ, ബഹുമാനപ്പെട്ട ജിബ്രീലേ, എന്താണ് നിങ്ങൾ എന്റെ മുഖത്ത് നിന്ന് നിങ്ങളുടെ മുഖം തിരിച്ചത്? എന്നെക്കൊള്ള നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളുടെ മുഖം തിരിച്ചത്? യാ ഹബീബി യാ മുഹമ്മദു മൻ യുതീഖു അൻ-നദറ ഇലൈക വഅൻത തുആലിജു സകറാത്തുൽ മൗത്ത്, സകറാത്തുൽ മൗത്തിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മുഖത്തേക്ക് നോക്കാൻ ആർക്ക് സാധിക്കും? അതുകൊണ്ടാണ് തങ്ങളെ മുഖം കാണുന്നതിൽ എനിക്കുള്ള പ്രയാസം കൊണ്ടാണ് ഞാൻ മുഖം തിരിച്ചത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ മറുപടി പറയുകയും അതിനിടയിൽ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷകരമായി വഫാത്തായി പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ഇവിടെ ചിന്തിക്കണം. ഞാൻ ഒരുപാട് വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നില്ല. നമുക്കതിന് വിശാലമായ ടൈമില്ല. അതെല്ലാം കൂടി അങ്ങനെ പരത്തി പറയൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിന്റെ ആഘോഷങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്ന നമുക്ക് ആ ഒരു സന്തോഷം മുസ്തഫാ നബി തങ്ങളുടെ വഫാത്തിലൂടെ നമുക്ക് കിട്ടിയ ഒരു സന്തോഷം എന്താണ്? തങ്ങളുടെ വഫാത്ത് കൊണ്ട് കൈവരിച്ചത് അവിടുത്തെ ഉമ്മത്തിന് ആ വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും എന്റെ ഉമ്മത്ത് സ്വർഗത്തിലാണെന്ന വാർത്ത കിട്ടുന്നത് വരെ അവിടത്തേക്ക് സമാധാനമില്ലെങ്കിൽ വഫാത്തിന്റെ സന്ദർഭത്തിലും ഈ ഉമ്മത്തിനെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഒരു പ്രഖ്യാപനം കാത്തുകൊണ്ട് അത് കിട്ടി ആ ഓർഡർ വാങ്ങി അത് പ്രഖ്യാപിച്ചു വഫാത്തായി പോയെങ്കിൽ ഒരർത്ഥത്തിൽ നമുക്ക് സന്തോഷിക്കാം. അതെന്നല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. ദുനിയാവിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുമ്പോൾ അത് ഖൈറാണെന്ന് പറയാറുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഒരാളെ വാപ്പ മരിച്ചാൽ വാപ്പ മരിച്ചത് ഖൈറായി, കുണ്ടൂർ ഉസ്താദ് മരിച്ചത് ഖൈറായി, അല്ലെങ്കിൽ മറ്റേ ഓക്കെ ഉസ്താദ് മരിച്ചത് ഖൈറായി എന്നാരെങ്കിലും പറയാനുണ്ടോ? താഴേക്കടയിലുള്ളവരാണെങ്കിലും മേലേക്കടയിലുള്ള ഉന്നതന്മാരാണെങ്കിലും ആര് തന്നെ ദുനിയാവിൽ മരിച്ചാലും മരണം ഖൈറാണെന്ന് ഒരു മനുഷ്യനെ കുറിച്ചും ഇതുവരെ ലോകത്തൊരു മനുഷ്യനും പറഞ്ഞിട്ടില്ല, ഇഷ്ടപ്പെടുകയുമില്ല. ഒരാളും തന്റെ വാപ്പ മരിച്ചത് ഖൈറാണ്, ഉമ്മ മരിച്ചത് ഖൈറാണ്, ജ്യേഷ്ഠൻ മരിച്ചത് ഖൈറാണ്, ഉസ്താദ് മരിച്ചത് ഖൈറാണ് എന്ന് പറയില്ല. അതേ സമയത്ത് ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, വമമാതി ഖൈറുൽ ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ് എന്ന് മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ വഫാത്തെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ മരണത്തെക്കുറിച്ച് ഈ വഫാത്തിനെ കുറിച്ചാണ് ദാരുണമായ മരണം, ദയനീയമായ മരണമെന്ന് ബിദ്അത്തുകാരൻ പറയുന്നതെങ്കിൽ ആ ബിദ്അത്തുകാരനോട് അല്പമെങ്കിലും മിസ്കാൽ ദർറത്ത് സ്നേഹം ഹൃദയത്തിലുള്ളവൻ മുസ്തഫാ നബി തങ്ങളെ അടുക്കലേക്ക് നാളെ അടുക്കാൻ പറ്റുമോ? തങ്ങളെ ശഫാഅത്ത് ചോദിക്കാൻ അവകാശമുണ്ടോ? തങ്ങളെ മുഖത്ത് നോക്കാൻ അവകാശമുണ്ടോ? ഇത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം സമ്മതം വാങ്ങി, സമ്മതം കൊടുത്ത് തങ്ങൾക്ക് ചോദിച്ചു കിട്ടേണ്ടത് മുഴുവനും കിട്ടി. വഫാത്തായെങ്കിൽ തങ്ങളുടെ ജീവിതം, തങ്ങളുടെ വഫാത്ത്, തങ്ങളുടെ സർവസ്വവും സാധാരണയല്ല, അസാധാരണമാണ്. തങ്ങളുടെ വഫാത്തും അസാധാരണമാണ്, തങ്ങളുടെ ജനനം അസാധാരണമാണ്, തങ്ങളുടെ ബാല്യം അസാധാരണമാണ്, തങ്ങളുടെ യുവത്വം അസാധാരണമാണ്, തങ്ങളുടെ ജീവിതം മുഴുവനും തങ്ങളുടെ ശരീരവും സർവവും അസാധാരണമാണെങ്കിൽ തങ്ങളുടെ വഫാത്തും അസാധാരണമാണ്. ഇങ്ങനെ ഒരാളോട് സമ്മതം ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കുകയുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം വാങ്ങി വഫാത്താകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയല്ലേ? ഇതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്.
ഇതൊരു സാധാരണ മരണമാണോ? സാധാരണ വ്യക്തിയുടെ മരണമാണോ? ഒരിക്കലുമല്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയെങ്കിലും ഇവിടുത്തെ ബിദ്അത്തുകാരൻ പ്രചരിപ്പിക്കുന്നത് എല്ലാം കഴിഞ്ഞു. 23 കൊല്ലത്തെ പോസ്റ്റ്മാൻ പണി അവസാനിപ്പിച്ചപ്പോൾ അല്ലാഹു തആല കൊടുത്തയച്ച റിസാലത്ത് ഈ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം 23 കൊല്ലം ഇവിടെ നടത്തി പൂർത്തിയാക്കി തങ്ങൾ വിട പറഞ്ഞു തിരിച്ചുപോയി. ഇനി ഒന്നുമില്ല എന്ന് പറയുന്ന ബിദ്അത്തുകാരനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ഹദീസ് മജ്മഉൽ സവാഇദിൽ നൂറുദ്ദീനുൽ ഹൈതമി റിപ്പോർട്ട് ചെയ്ത് റിജാലുഹു റിജാലുസ് സ്വഹീഹി, അത് റിപ്പോർട്ട് ചെയ്തവരുടെ ഹദീസ് മുഴുവനും, ആ പരമ്പര മുഴുവനും സ്വഹീഹായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണെന്ന് മജ്മഉൽ സവാഇദിൽ രേഖപ്പെടുത്തുമ്പോൾ അതാ നാസിറുദ്ദീനുൽ അൽബാനി ഈ ഹദീസ് ലൈഫാക്കാൻ വേണ്ടി പല പണിയും കളിച്ചു നോക്കിയിട്ട് നടന്നിട്ടില്ല. ഈ ഹദീസ് ഇതുവരെ ലൈഫാക്കാൻ ലോകത്തൊരു വ്യക്തിക്കും സാധിച്ചിട്ടില്ല. പലരും പല പരിശ്രമം നടത്തി നോക്കി പരാജയപ്പെട്ടതാണ്. അതിനെതിരിൽ ഗ്രന്ഥങ്ങൾ രചിച്ചു. അതിനെതിരിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ഒരൊറ്റ ഹദീസിനെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട്, ആ ഹദീസിനെ മാത്രം സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഈ നാസിറുദ്ദീനുൽ അൽബാനി ഹദീസിന്റെ ദുഅഫും സിഹത്തും വിവരിച്ച് സഹീഹും ഹദീസ് ദഅീഫും വേർതിരിച്ചുകൊണ്ട് താൻ ഒരു പരാമർശം നടത്തിയപ്പോ, അതിനൊരു പരിശ്രമം നടത്തിയപ്പോ, ഈ ഹദീസ് ദഅീഫാക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമത്തിനെതിരിൽ ഗ്രന്ഥങ്ങൾ വരെ ലോകത്ത് വിരചിതമായിട്ടുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ മരിച്ചു പിരിഞ്ഞതുപോലെ നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും മരണത്തെ രുചി നോക്കും, എല്ലാ മനുഷ്യരും മരണത്തെ രുചി നോക്കും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? കുല്ലു മൻ അലൈഹാ ഫാൻ, സർവ വസ്തുക്കളും നശിച്ചു പോകും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഈ പറഞ്ഞതിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പെട്ടിട്ടില്ലേ? പിന്നെന്തിനാണ് ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പറഞ്ഞത്? എന്നാണ് ഈ ആയത്തിറങ്ങുന്നത്? ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ്, വന്നതിന് ശേഷമാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. ഈ ആയത്തിനെ പരാമർശിച്ചുകൊണ്ട് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത്, ഇങ്ങനെ ഒരു ആയത്തിന്റെ പരാമർശം വന്നപ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനല്ല എന്നതിനാണ് ഇന്നമാ അന ബശറും മിഥ്ലുക്കും എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളെപ്പോലത്തൊരു മനുഷ്യനാണ്, ഞാൻ നിങ്ങളെപ്പോലത്തൊരു മനുഷ്യനാണ്, യൂഹാ ഇലയ്യ, വഹ്യ് കിട്ടുന്ന മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട നബിതങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ഒരു പരാമർശം ഖുർആനിൽ കൊണ്ടുവന്നു. എന്തിനാണത് കൊണ്ടുവന്നത്? അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനല്ല. ഇത് വെച്ചുകൊണ്ട് തന്നെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും സാധാരണ ഒരു മനുഷ്യന്മാരെ പോലെയുള്ള മരണമായി ചിത്രീകരിക്കരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നക മയ്യിത്തുൻ എന്ന് പറഞ്ഞതും പരാമർശിച്ചതും അതിനു വേണ്ടിയാണെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ ആയത്ത് സമർത്ഥിച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാര് മരിക്കുന്നത് പോലെ മരിച്ചു എന്ന് പറയരുതെന്നും, അല്ലാഹുവിന്റെ റസൂലിന് ഒരു രൂപഭാവം മാത്രമേ മാറ്റമുണ്ടായിട്ടേ ഉള്ളൂ. ദുന്യാവിൽ നിന്നും അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു ലോകത്തേക്ക് നീങ്ങിയതോടുകൂടി മലായികത്തുൽ കിറാമിന്റെ പ്രകൃതിയിലേക്ക് അല്ലാഹുവിന്റെ റസൂല് നീങ്ങി എന്നല്ലാതെ അല്ലാഹുവിന്റെ റസൂല് മരിച്ചുപോയി എന്ന് റസൂലുള്ളാഹിയെ കുറിച്ച് പറയരുത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോയിട്ട് എങ്ങോട്ട് പോയി? മലായികത്തിന്റെ പ്രകൃതിയിലേക്ക് നീങ്ങി. മലായികത്തിന്റെ പ്രകൃതി എന്താണ്? മലക്കുകളുടെ പ്രകൃതി. അവർക്ക് ഇവിടെ നിന്ന് ജിദ്ദയിലേക്ക് എത്താൻ നമുക്ക് 6 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര വേണം. ഇവിടെ നിന്ന് മലപ്പുറത്തെത്താൻ 1 മണിക്കൂർ യാത്ര വേണം. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെത്താൻ 4 മണിക്കൂർ യാത്ര വേണം. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് സമയമില്ല. 1 മണിക്കൂർ കൊണ്ട് എത്തൂ, അരമണിക്കൂർ കൊണ്ട് എത്തും എന്ന് മലക്കുകളെ പറ്റി പറയാൻ പറ്റില്ല. അവർക്ക് ഏത് നിമിഷവും എവിടെയും എത്താനുള്ളൊരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അല്ലാഹു കൊടുത്തു ആദരിച്ചുകൊണ്ട് മറ്റൊരു ലോകത്ത് സർവശ്രേഷ്ഠതകളും നൽകി ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ നിങ്ങൾ നോക്കണം, എല്ലാ മനുഷ്യ ഔലിയാക്കന്മാര് മരിച്ചാൽ, ശുഹദാക്കന്മാര് മരിച്ചാൽ
വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. ശുഹദാക്കളെ പറ്റി മരിച്ചു എന്ന് നിങ്ങൾ പറയരുത്. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത്. ശുഹദാക്കളെക്കാളും പദവിയുള്ള ശുഹദാക്കളുടെ നേതാവായ ഔലിയാഇന്റെ നേതാവായ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി മരിച്ചു എന്ന് പറയാമോ? ശുഹദാഇനെ പറ്റി മരിച്ചു എന്ന് പറയരുതെന്ന് ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടവർ എന്ന് മാത്രമല്ല, അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാതി സവാഅം മഹ്യാഹും വമമാതുഹും. മുഅ്മിനീങ്ങളായ ആളുകൾ, ഇബാദത്ത് ചെയ്ത് തഖ്വയോടെ ജീവിച്ച സാലിഹീങ്ങളായ മഹാന്മാർ, മഹത്തുക്കളായ ഔലിയാക്കന്മാർ, അവര് മരിച്ചാലും സവാഅം മഹ്യാഹും വമമാതുഹും, അവർ ജീവിച്ചിരുന്നാലും അവർ മരിച്ചാലും സമമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചെങ്കിൽ നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചുപോയാൽ, അവിടുന്ന് വഫാത്തായാൽ മരിച്ചു, എനിക്കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്ന് ഈമാനുള്ളൊരു മനുഷ്യനെ വിശ്വസിക്കാനാകുമോ? പറയാനാകുമോ? കഴിഞ്ഞകാല സാലിഹീങ്ങളാരും പറഞ്ഞിട്ടില്ല, അവരാരും വിശ്വസിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന് പങ്കെടുക്കുമ്പോൾ ആ നിസ്കാരം കഴിഞ്ഞ് ഇമാം തിരിഞ്ഞിരിക്കേണ്ട സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് പിൻഭാഗം വരും എന്ന് പേടിച്ചുകൊണ്ട് സാധാരണ സുന്നത്താക്കിയത് വലതുഭാഗം മഅ്മൂമികളിലേക്കും ഇടതുഭാഗം ഖിബലയിലേക്കുമായി കൊണ്ടിരിക്കണമെന്ന് ശറഇന്റെ നിയമമുണ്ടായിട്ടും ആ നിയമത്തിന് വിരുദ്ധമായി അല്ലാഹുവിന്റെ റസൂലിലേക്ക് പിൻഭാഗം വരുമല്ലോ എന്ന് പേടിച്ച് ബഹുമാനപ്പെട്ട ഇമാമുകൾ അവർ ഫുഖഹാ രേഖപ്പെടുത്തിയതിനെതിരിൽ വലത്തോട്ട് തിരിയേണ്ടതിന് ഇടത്തോട്ട് തിരിഞ്ഞിരുന്നത് ഫുഖഹാഇന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിനെ ഏത് നിലക്കാണ് അവർ കാണുന്നത്? ഇത് റസൂലുള്ള കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ അറിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇമാമുകൾ മുഴുവനും.